ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ തരുന്നല്ലോ. കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു. 1-ാം അധ്യായത്തിലെ ഒരു റിവിഷനായിട്ട് വെറുതെ ഒന്ന് പറഞ്ഞു പോകാം. 1-ാം അധ്യായത്തിൽ നാം കണ്ടത് പൗലോസ് താൻ അറിയിക്കുന്ന സുവിശേഷത്തെ കുറിച്ചായിരുന്നു. തനിക്ക് എങ്ങനെയാണ് ആ സുവിശേഷം ലഭിച്ചതെന്ന്, താൻ പറയുന്ന സുവിശേഷം മാനുഷികമല്ല എന്നും അത് ദൈവത്തിന്റെ വെളിപ്പാടിനാലാണ് തനിക്ക് ലഭിച്ചതെന്നും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 2-ാമത്തെ അധ്യായത്തിലെ പൗലോസ് യെരുശലേമിലൊക്കെ പോയത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പത്രോസ് അന്ത്യോക്യയിൽ എത്തിയപ്പോൾ പത്രോസുമായി ഉള്ള ഒരു സംവാദമായിരുന്നു കണ്ടത്. അതിനകത്ത് പറയുന്നു സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച്. പത്രോസ് തെറ്റ് ചെയ്തപ്പോൾ പത്രോസിനോട് പറയുകയാണ് ചെയ്ത്. അപ്പം നമുക്കും അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് നാമും എങ്ങനെ ചൊവ്വായി നടക്കണം എന്നുള്ളത് ആവശ്യകതയെക്കുറിച്ചായിരുന്നു നാം അതിനകത്ത് പഠിച്ചത്. 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് ചോദിക്കുന്നത്, നിങ്ങൾ എത്ര ബുദ്ധികെട്ടവരോ ചോദിക്കുന്ന, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ അവരോട് ചോദിക്കുന്നത്. കാരണം അവർക്ക് ദൈവികമായ ഇടപെടൽ ഉണ്ടായത് അല്ലെന്നുണ്ടെങ്കിൽ അവർ ദൈവത്തിങ്കിലേക്ക് വന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒന്നുമല്ല, വിശ്വാസത്താലാണ് വന്നത്. അവിടെ വന്ന് നുഴഞ്ഞു കയറിയ ചിലർ അല്ലെ യഹൂദ മതാനുസാരികൾ അവരോട് പറഞ്ഞു, വിശ്വാസത്താലാണ് രക്ഷയെങ്കിലും കുറച്ചുകൂടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൂടെ ചെയ്താൽ മാത്രമേ രക്ഷ കംപ്ലീറ്റ് ആകൂ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരും കുറച്ചുപേര് പെട്ടെന്ന് അവർ കേട്ട സുവിശേഷത്തിൽ നിന്നും തെറ്റിപ്പോവാനായിട്ട് ഇടയായി തീർന്നു. അവര് പെട്ടെന്നൊരു മറിച്ചിലെന്ന പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാ രക്ഷയിലേക്ക് വന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലാണോ? അല്ലല്ലോ, നിങ്ങൾ വിശ്വാസത്താലല്ലേ ദൈവത്തിങ്കിലേക്ക് വന്നത്. അതുപോലെ തന്നെ അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവിനെ ദൈവം തന്നത് അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിലാണോ? അങ്ങനെയൊക്കെ പറയുന്നു. ഞങ്ങൾ അവരോട് പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ഒരു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക, നിങ്ങൾ എങ്ങനെയാ വീണ്ടും അതിലേക്ക് വേറൊരു സുവിശേഷത്തിലേക്ക് എങ്ങനെയാ മാറിപ്പോകുന്നതെന്ന് അവരോട് ചോദിക്കുന്നു. അപ്പൊ അവർ 3-ാം അധ്യായം പ്രത്യേകിച്ച് പറയുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ അവരോട് കാണിച്ചു കൊടുക്കുകയാ ചെയ്യുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ അല്ലല്ലോ നിങ്ങൾ നീതീകരിക്കപ്പെട്ടത്, വിശ്വാസമുള്ള നീതീകരണത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അവരോട് ചൂണ്ടിക്കാണിക്കുന്നു. അവരെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവരുടെ ഉള്ള ദൈവം ആത്മാവിനെ നൽകി അവരുടെ ഇടയിൽ അനേകം വീര്യപ്രവൃത്തികൾ ചെയ്തു. അവർ ക്രിസ്തുവിന് വേണ്ടി അനേക കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ഇതെല്ലാം ചെയ്തത് മറ്റേ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലൊന്നും അല്ലല്ലോ, ഇത് നിങ്ങൾ വിശ്വാസത്താലല്ലേ ദൈവത്തിങ്കിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് യഹൂദ മതാനുസാരികളെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ തന്നെ എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് അവരോട് പറയുന്നു, ഗലാത്യ വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ വിശ്വാസത്താലല്ലേ ദൈവസന്നിധിയിലേക്ക് വന്നത്? അതേ വിശ്വാസത്താൽ തന്നെ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അപ്പം അബ്രഹാം ഒരിക്കലും പ്രവൃത്തിയല്ലല്ലോ നീതീകരിക്കപ്പെട്ടത്. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്, അബ്രഹാമിലൂടെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തായിരുന്നു. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ആ ഭൗതികമായ വാഗ്ദത്തങ്ങളല്ല, അത് ആത്മീയമായ വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തം ചെന്നെത്തുന്ന ക്രിസ്തുവിലൂടെയാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും ആ വാഗ്ദത്തം ദൈവം മുൻകൂട്ടി വെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ കണ്ടു, നമ്മളെല്ലാവരും ന്യായപ്രമാണത്തിന്റെ ശാപത്തിലായിരുന്നു, മരത്തിൽ തൂങ്ങിയവൻ ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമ്മെ ആ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മൾ ഉണ്ടായിരുന്ന ആ ശാപം, അല്ലെ നമുക്ക് വരാമായിരുന്ന ശാപം മുഴുവൻ തന്റെ ശരീരത്തിൽ ഏറ്റ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മെ ആ ശാപത്തിന്റെ അടിമത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു, നിത്യജീവനെ നമുക്ക് പ്രദാനം ചെയ്തു. 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ഞാൻ വായിച്ചു വിടാം. 14-ാമത്തെ വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം. അതിനു മുമ്പ് പറയുന്നുണ്ട്, അങ്ങനെ വിശ്വാസി അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിശ്വാസാൽ പ്രാപിക്കേണ്ടത് തന്നെ. അപ്പം അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിലൂടെ പ്രാപിക്കുന്ന അനുഗ്രഹമാണ്, നിത്യജീവന്റെ അനുഗ്രഹം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് വാഗ്ദത്തമായിട്ടാണ് ദൈവം നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. എന്നൊക്കെ
ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി. എനിവേ നമുക്ക് 15-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. എനിക്കറിയാം ഇത് ശരിക്കും എന്താ പറയുന്ന പാലൊന്നും അല്ല, കട്ടിയായ ആഹാരം തന്നെയാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാനും ദൈവത്തിന്റെ കൃപയാല് കുറച്ച് സമയം എടുത്താണ് ഇത് പഠിച്ചത്. ദൈവം മനസ്സിലാക്കി തന്നു. എൻ്റെ ഒരു മെച്ചവും നേട്ടവും ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ മാത്രമാണ്. നമ്മൾക്കും പല സമയത്തും നമ്മളുടെ ഉള്ളിലും ഉണ്ടാകാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ദൈവം എന്തിനാ ന്യായപ്രമാണം തന്നിട്ട് പിന്നൊരു വാക്യത്തെ കുറിച്ച് പറയുന്നത്? ഇതെല്ലാം നമുക്ക് നമ്മളുടെ മുമ്പിൽ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടിരുന്നാൽ മതി. എന്നാലാവത് ഞാൻ സിമ്പിളായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, 15 3:15 സഹോദരന്മാരെ, മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമം ആയാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല. ഇതുവരെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാ ദൈവത്തെങ്കിലേക്ക് വന്നത്? വിശ്വാസത്താലല്ലേ നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് വന്നത്, മറ്റേ പ്രവൃത്തികളാലൊന്നും അല്ലല്ലോ നിങ്ങൾ വന്നത്. രണ്ടാമത് അബ്രഹാമിന്റെ അനുഭവം പറഞ്ഞു. അബ്രഹാമും പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണ്. നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ അതേ രീതിയിലാണ് അബ്രഹാം വിശ്വസിച്ചത്, ദൈവത്തെങ്കിലേക്ക് വന്നത്. ഇനിയിപ്പോ അവരോട് ചോദിക്കാം, മാനുഷികമായ ഒരു നിയമമാണെങ്കിൽ പോലും. അപ്പൊ ഈ 15 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് അവരുടെ വാദത്തെ ഖണ്ഡിക്കുക. അപ്പം ഇനി പറയാൻ പോകുന്ന വാക്തത്വങ്ങളും ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. അവരുടെ ചോദ്യമാണ്, അബ്രഹാമിന് ഒരു വാക്തത്വം കിട്ടിയതിന് ശേഷം 430 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഒരു ന്യായപ്രമാണം കൊടുത്തായിരുന്നല്ലോ, അത് മോശയിലൂടെയാണ് ലഭിച്ചത്. അപ്പം ദൈവം ആ അബ്രഹാമിന് കൊടുത്തിട്ട വാക്തത്വം മാറ്റിയിട്ട് ആ മോശയിലൂടെ ഇടയ്ക്കാ കൊടുത്ത ഒരു ന്യായപ്രമാണം ഉണ്ടല്ലോ. ഞാൻ എങ്ങനെയാ പറഞ്ഞ, അബ്രഹാമിന് ഒരു വാക്തത്വം കൊടുത്തിട്ട് അത് കഴിഞ്ഞ് മോശയ്ക്കൊരു ന്യായപ്രമാണം കൊടുത്തല്ലോ. അത് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഈ വാക്തത്വത്തിന് നീക്കം വരുമോ എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം ഇത് രണ്ടും കൊടുത്ത ദൈവം ഒന്നല്ലേ? അപ്പൊ എങ്ങനെയാ ദൈവം വാക്കു മാറ്റുന്നത്? അതാണ് അവരുടെ ചോദ്യം. അപ്പൊ ഇവിടെ പറയുന്നു, മാനുഷികമായ രീതിയിലാണെങ്കിൽ പോലും രണ്ടും ദൈവം കൊടുത്താണ്. അപ്പം മനുഷികമായ ഒരു പ്രകൃതി നിയമത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യമായ ഒരു എക്സാമ്പിളോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം രണ്ടുപേര് നമുക്ക് എളുപ്പമുള്ള ഒരു ഉദാഹരണം പറയാം. ഒരു വീട് വാങ്ങിക്കുകയോ ഒരു സ്ഥലം വാങ്ങിക്കുകയോ ചെയ്താല് നമ്മളൊരു പ്രമാണം എഴുതും അല്ലെ? അത് മനുഷ്യർ തമ്മിലുള്ള പ്രമാണം. അത് എഴുതി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പിന്നെ നമ്മള് കോർട്ടിലോ നമ്മള് പിന്നെ എന്താ പറയുന്നത് ആധാരം എഴുത്ത ഓഫീസിലൊക്കെ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മനുഷ്യരുടെ നിയമമാണെങ്കിൽ പോലും നമുക്കതൊരു മാറ്റം വരുത്താനൊക്കത്തില്ല. എനിക്കിപ്പൊ ഞാനൊരു പ്രമാണം എഴുതിയെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലൊരു തോന്നൽ തോന്നി അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് മാറ്റാനൊക്കത്തില്ല അല്ലേ? അതിന് നിയമങ്ങളുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇവൻ മനുഷ്യരുടെ നിയമമാണെങ്കിൽ പോലും ആധാരം എഴുതി അല്ലെങ്കിൽ പറഞ്ഞ് മുദ്ര വെച്ചതിന് ശേഷമല്ല, എഴുത്തെഴുതി മുദ്ര വെച്ചതിന് ശേഷം അത് മാറ്റുവാൻ കഴിയത്തില്ലെങ്കിൽ നിത്യനായ മാറ്റമില്ലാത്ത ദൈവത്തിന് എങ്ങനെ മാറ്റം വരുവാൻ കഴിയും? എന്ന് വെച്ചാല് ഒരു സമയത്ത് ദൈവം വാഗ്ദത്തം കൊടുത്തു, കുറെ നാളുകൾക്ക് ശേഷം ദൈവം ഒരു ന്യായപ്രമാണവും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ന്യായപ്രമാണം ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ദുർബലമാക്കുമോ? അങ്ങനെയാണ് അവരുടെ ചോദ്യം. അപ്പൊ നമുക്കറിയാം, മലാക്കി പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം മാറാത്തവൻ. 3:6 ഞാൻ വായിക്കുന്നില്ല. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിലും പറയുന്നു, ദൈവത്തിന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ള ദൈവമാണെങ്കിൽ ദൈവം എങ്ങനെയാ ആ ന്യായപ്രമാണത്തെയും വാഗ്ദത്തം കൊടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞൊരു ന്യായപ്രമാണം കൊടുത്തു. അപ്പൊ ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഈ വാഗ്ദത്തെ ദുർബലമാക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും തമ്മിലുള്ള ചെറിയ കുറെ വ്യത്യാസം എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പം ദൈവം തന്നെയാണ് ഇത് കൊടുത്തത്. ചോദിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് മനുഷ്യന് രണ്ട് നിയമം കൊടുക്കുന്നത്?
അപ്പം പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ഉണ്ട്. അബ്രഹാമിന് കൊടുത്തതാണ് ദൈവം വാഗ്ദത്തം. അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. പക്ഷെ ന്യായപ്രമാണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തതും മോശയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തും രണ്ട് നിലയിലും രണ്ട് തത്വങ്ങൾ അനുസരിച്ചാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തവും മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണവും രണ്ടിനും മാറ്റം വരികയില്ല. പക്ഷെ രണ്ട് തത്വവും രണ്ട് നിലയിലുമാണ് അബ്രഹാമിനും മോശയ്ക്കും വാഗ്ദത്തങ്ങളും നിയമങ്ങളും കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരാം. അപ്പൊ ഇനി അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്തായിരുന്നു? അതായിരുന്നല്ലോ ആദ്യം കൊടുത്തത്. അപ്പൊ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തതും ദൈവം നേരിട്ട് കൊടുത്ത സംഭവമാണ് അല്ലെ. അപ്പൊ അബ്രഹാമിനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. അബ്രഹാമിനോട് എന്തുവാ പറഞ്ഞേ? ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഐ വിൽ എന്നാ പറഞ്ഞ അല്ലെ. ഞാൻ ചെയ്യും എന്ന് അബ്രഹാമിനോട് പറഞ്ഞ. നീ ചെയ്യാനൊന്നും അബ്രഹാമിനോട് പറഞ്ഞില്ല. പക്ഷെ മോശയ്ക്ക് വാഗ്ദത്തം കൊടുത്തപ്പോൾ, മോശയ്ക്ക് വാഗ്ദത്തം കൊടുത്തെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് മുഴുവനായി വാഗ്ദത്തം കൊടുത്തു. നമ്മൾ മോശയുടെ നിയമം എന്നാ പറയുന്നത്, അല്ലെ മോശയുടെ പുസ്തകം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് ന്യായപ്രമാണത്തെയാണ് പറയുന്നത്. അപ്പൊ മോശയ്ക്ക്, നമ്മള് ന്യായപ്രമാണം എന്ന് പറയുന്നതിന് പകരം പെട്ടെന്ന് മോശയ്ക്ക് അങ്ങ് പറഞ്ഞു വരുന്നതാണ്. അപ്പൊ മോശയ്ക്ക് ഒരു നിയമം കൊടുത്തപ്പോൾ മോശയോട് പറഞ്ഞു, യു ഷാൽ ഡു ഇറ്റ് ഓർ യു ഷാൽ നോട്ട് ഡു ഇറ്റ്. നീ ചെയ്തോ അല്ലെങ്കിൽ നീ ചെയ്യരുത്. കുറച്ച് ഡോൺസും കുറെ ഡൂസും മാത്രം കൊടുത്തു അല്ലെ. അപ്പൊ അങ്ങനെയാണ്, നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നീ ഇത് ചെയ്താൽ അനുഗ്രഹം, അത് ചെയ്താൽ നിനക്ക് ശാപം. അബ്രഹാമിനോട് ഇതൊന്നും പറഞ്ഞില്ല. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട്, നീ വിശ്വസിക്കുക. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാഗ്ദത്തം എങ്ങനെയുള്ളതാ? ഗോഡ് സെന്റേഡ് ആണ്. ദൈവം ചെയ്തു, ഞാൻ ഏറ്റെടുത്തു. മനസ്സിലായോ? അപ്പം ദൈവമാണ് ഈ വാഗ്ദത്തം. രണ്ടും ദൈവമാണ് കൊടുത്തേ. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്തോളാം എന്നല്ല പറഞ്ഞു, ഞാൻ ചെയ്തു. മോശയോട് പറഞ്ഞു, നീ ചെയ്തു. അങ്ങനെ പറയുകയാണെങ്കിൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഗോഡ് സെന്റേഡ് ആണ്. അത് മനുഷ്യനൊന്നും അതിനകത്ത് ചെയ്യാനും കഴിയത്തില്ല. അപ്പം ന്യായപ്രമാണം എന്ന് പറയുന്നത് മാൻ സെന്റേഡ്. മോശയോട് പറഞ്ഞു, നീ ചെയ്തോ, മനുഷ്യൻ ചെയ്തോ, അത് മാത്രം. പിന്നെ ന്യായപ്രമാണം എന്ന് പറഞ്ഞത് കുറച്ച് ചട്ടങ്ങളും കൽപ്പനകളും മാത്രം കൊടുത്തിട്ട് പറഞ്ഞു, നീ അനുസരിച്ചോളാൻ പറഞ്ഞു. അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹവും, അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ശാപവും. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞു, നീ വിശ്വസിച്ചോളാൻ. അപ്പം ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് അനുസരണം മാത്രമായിരുന്നു അതിനകത്ത്. കാരണം അവരുടെ ഉള്ളിൽ വിശ്വാസം ഇല്ലായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷെ അവരോട് പറഞ്ഞു, നിങ്ങൾ അനുസരിച്ച. പക്ഷെ വാക്തത്വം എന്ന് പറഞ്ഞ് വിശ്വാസം. പക്ഷെ നമ്മള് യാക്കോബിന്റെ ലേഖനം പറയുന്ന വിശ്വാസത്തിന് ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം. പക്ഷെ അത് അബ്രഹാം വിശ്വാസത്താൽ അത് പ്രവൃത്തിയിൽ കാണിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ വിശ്വാസമല്ല ആ ന്യായപ്രമാണത്തിന് ആധാരമായിരിക്കുന്നത്. ന്യായപ്രമാണം പറഞ്ഞു ചെയ്തു, അത് നീ ചെയ്യുക, ചെയ്തില്ലെങ്കിൽ നിനക്ക് ശാപം മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു ചട്ടങ്ങളുടെ പ്രമാണം മാത്രമാണ്. പക്ഷെ വാഗ്ദത്തം ക്രിസ്തു മാർഗത്തോട് തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വാഗ്ദത്തം ചെയ്ത് നീ വിശ്വസിച്ചോ, നീ വിശ്വസിച്ചു, അല്ല ഞാൻ എല്ലാം നിനക്ക് വേണ്ടിയുള്ള ചെയ്തു കഴിഞ്ഞു, അത് മാത്രം. ന്യായപ്രമാണം കുറെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഇങ്ങനെ അങ്ങ് കൊടുത്തേക്കും, അത്ര മാത്രമേ. പക്ഷേ ഇത് രണ്ടും കൊടുത്ത ഒരു ദൈവം തന്നെയായല്ലേ. അപ്പൊ പൗലോസ് പറയാണ് 3:21 പറഞ്ഞു, ഒരു നാളുമില്ല, രണ്ടും കൊടുത്തത് ഒരു ദൈവം തന്നെയാണ്. അതുകൊണ്ട് രണ്ടും തമ്മില് ഒന്ന് ഒരെണ്ണത്തെ ദുർബലമാക്കുക, ഓരോരെണ്ണത്തിനെ ഒന്നും ചെയ്യുകയില്ല. രണ്ടിനും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ദൈവം തന്നെ കൊടുത്തതാണ്. അപ്പൊ എന്തുവാ പ്രശ്നമാകുന്നത്? ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മെ അടിമയാക്കിയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ കീഴില്, നമുക്ക് അതിനകത്ത് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം കിട്ടുകയില്ല. പക്ഷെ വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അണ്ടറിലാണ് നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ അണ്ടറിലുള്ള സ്വാതന്ത്ര്യം ആണ്, അല്ലെ. അപ്പൊ നമ്മളെ ഏദൻ തോട്ടത്തില് ആദമും ഹവ്വയും ഉണ്ടായിരുന്നപ്പോ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ അവരുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അവര് വിചാരിച്ച് ദൈവത്തെ പോലെ ആവും, എനിക്ക് ദൈവം ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പറ്റും, ദൈവത്തെ പോലെ ആവും എന്നൊക്കെ വിചാരിച്ച ചെയ്ത്. പക്ഷെ അവര് നശിച്ചുപോയി. പക്ഷെ
ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ മാർഗവും. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എങ്കിലും നമ്മൾക്ക് ആ ക്രിസ്തുവിന്റെ നുകത്തിന്റെ കീഴിലുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, അത് കാര്യമാക്കണ്ട. ഓക്കെ, അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് അത് നമ്മെ അടിമത്തത്തിലാക്കുന്നു. എന്തുകൊണ്ടാണ് അത് നമ്മെ അടിമത്തിലാക്കുന്നത്? നമുക്കൊരിക്കലും അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയല്ല. കാരണം നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയാണ്. നമുക്ക് ആ പ്രവൃത്തികളൊന്നും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതായിരുന്നു എന്തുകൊണ്ടാണ് ന്യായപ്രമാണം ആ ജഡത്തിന്റെ ബലഹീനത മൂലം നമുക്ക് ചെയ്യുവാൻ കഴിയാത്തത്. ന്യായപ്രമാണം കുറച്ച് ഡൂസും ഡോൺസും ആണ്, നിങ്ങൾ ചെയ്തോ, പക്ഷെ അതിനകത്ത് 613 കൽപ്പനകൾ, ചെറുതും വലുതുമായ കൽപ്പനകളുണ്ട്. അപ്പൊ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ തെറ്റിച്ചാൽ നമ്മൾ മുഴുവനിലും തെറ്റിപ്പോയി. അതുകൊണ്ട് ഒരു മനുഷ്യനും ന്യായപ്രമാണത്തെ പൂർണ്ണമായും പ്രവർത്തിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് ന്യായപ്രമാണം പറയുന്നു നീ ചെയ്താൽ നീ അതുമൂലം ജീവിക്കും, പക്ഷെ ഒരു മനുഷ്യനും അതുമൂലം ജീവിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം അത് എല്ലാം ശരിയാക്കി എല്ലാം പ്രവർത്തിക്കുന്ന ആരും ഈ ലോകത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് കർത്താവ് എന്തുകൊണ്ടാ പിന്നെ എന്തിനാ ഈ ന്യായപ്രമാണമായിട്ട് ദൈവം ഇടയ്ക്കൊരു പ്രമാണം കൊടുത്തത്? മനുഷ്യനെന്ന് പറഞ്ഞാല് മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ചാണ്. അപ്പം മനുഷ്യനെന്ന് പറഞ്ഞാൽ എപ്പോഴും വൈരാഗ്യവും വെറുപ്പും മറുതലിപ്പും ദൈവത്തോട്. നമുക്കറിയാം ഇസ്രയേലിൽ നിന്നൊരു ജനതയെ ദൈവം വീണ്ടെടുത്തുകൊണ്ട് വന്നു. അവരെയാണ് ദൈവം മേഘത്തിന് കീഴിലായിരുന്നു കൊണ്ടുപോയത്. അവർക്ക് മരുഭൂമിയിലായിരുന്നിട്ട് അവർക്ക് ചൂടില്ലായിരുന്നു, തണുപ്പില്ലായിരുന്നു, അവർക്ക് എയർ കണ്ടീഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവര് ആ ഒരേ ആഹാരം തിന്നു, ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച് പറയുന്നല്ലോ അവർ കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നൊക്കെ പറയുന്നുണ്ട് ഒരു വാക്യം. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാണ്? കാരണം അവരെ മരുഭൂമിയെ തള്ളിവിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കുന്ന പൗലോസ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ താഴത്തൊക്കെ പറയുന്നുണ്ട് അവര് വിഗ്രഹാരാധികളായി, അവർ പരസംഗം ചെയ്തു, അവർ പിറുപിറുത്തു, അവർ ദൈവത്തെ പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് നമ്മളെക്കാളും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ഒരു ജനമാണ് അല്ലേ നമ്മള്. അവര് ദൈവത്തോട് കൂടെ ഇരുന്ന് എന്തുവാ എങ്ങനെ അടയാളം? ആ അഗ്നിസ്തംഭവും മേഘത്തൂണും മാറിപ്പോകുന്നതനുസരിച്ച് ദൈവം കൂടെ സഞ്ചരിക്കുക. അവർക്കറിയാം ആ ദൈവത്തോട് കൂടെ സഞ്ചരിച്ച ജനം. അത്ഭുതങ്ങളും അടയാളങ്ങളും, പാറയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെടുന്നതും എല്ലാം, മന്നയും കാടപ്പക്ഷി എല്ലാം കണ്ടൊരു ജനം. ഇങ്ങനെ ഒരു ജനം ദൈവത്തോട് കൂടെ നടന്നിട്ട് എന്തോ പറ്റി? തെറ്റിപ്പോ. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്കുള്ളതാ. പക്ഷെ ദൈവത്തിന് ഈ മനുഷ്യരെയൊക്കെ ക്രമം കെട്ട് നടക്കാൻ, ദൈവത്തോട് മറുതലിപ്പ് ഉള്ള മനുഷ്യരോട് ദൈവം കുറെ പ്രമാണങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു നീ ചെയ്തോ. പക്ഷെ എന്തോ ചെയ്യുന്നേ? അവരുടെ വിശ്വാസം ദൈവത്തെ കൂടെ ആവണം. അതിന്റെ ഇടയ്ക്ക് നമുക്കറിയാമല്ലോ അവിടെ പ്രശ്നവും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോഴത്തെ പിന്നെ ആബിരാമും കൂട്ടരും ഒക്കെ മോശയോട് എതിർത്ത് നിന്നതും നേതൃത്വത്തെ പറ്റി ബഹളമൊക്കെ ഉണ്ടായപ്പോഴൊക്കെ അവരോട് അവർക്ക് ആ പ്രമാണം കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യൂ എന്നാ ദൈവം പറയുന്നത്. പക്ഷെ അവർക്ക് ഒരു നാളും കഴിയുകയില്ല. അതാണ് അവരെ ന്യായപ്രമാണം അവരെ ബോധ്യമാക്കുന്നത്. അപ്പം ദൈവം പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് വരാനൊക്കത്തില്ലെന്ന്, നിങ്ങൾ പാപികളാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു രക്ഷകനെ വേണം, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കം ടു മീ, എന്റെ അടുത്തോട്ട് ഇങ്ങ് വാ. അത്രേ ഉള്ളൂ. ദൈവം കേണപേക്ഷിക്കുക അവരോട്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, എന്റെ അടുത്തേക്ക് വാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു രക്ഷാമാർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രമാ ദൈവം ആ പ്രമാണങ്ങൾ കൊടുത്ത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലെന്ന് അവരുടെ ബലഹീനതയെ മനസ്സിലാക്കി കൊടുക്കാനാ ദൈവം അങ്ങനെ ഒരു പ്രമാണം കൊടുത്തത്. അപ്പൊ അവരോട് പിന്നെ അവരോട് പറഞ്ഞ നിങ്ങൾ ഇനി ഒന്നും എന്താ പറയുന്നേ, എന്റെ അടുത്തേക്ക് വാ, നിങ്ങൾക്കൊരു രക്ഷാമാർഗം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുക. അല്ലാതെ ദൈവം രണ്ടും കൊടുത്ത ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല. ദൈവം വിശ്വസ്തൻ തന്നെയാണ്. പ്രശ്നം മനുഷ്യനത് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഇസ്രായേൽ മക്കൾക്ക് അത് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് ദൈവിക സ്വഭാവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും അതുപോലെ തന്നെ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിനും
സ്ഥിരമുള്ളതാണ്, അതിനൊരിക്കലും മാറ്റമില്ല. മാറ്റമുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യഹൂദന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അത് എന്തുകൊണ്ട് മാത്രമാ? നമ്മളുടെ മനസ്സാണ്, നമ്മളുടെ ജഡമാണ്, നമുക്കത് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് മാത്രമാണ്. എന്താ ചെയ്യാൻ പറ്റാത്ത? നമ്മുടെ ജഡത്തിന്റെ ബലഹീനത, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അണ്ടറിലായി അല്ലെ ന്യായപ്രമാണത്തിന്റെ നുഖത്തിന് കീഴിലായിരിക്കുന്നവർക്ക് ജഡത്തിന്റെ ബലഹീന നിമിത്തം അവർക്ക് ചെയ്യുവാൻ കഴിയാത്തത് മാത്രമാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ഈവൻ ന്യായപ്രമാണവും എന്നേക്കും ഉള്ളതാണ്. അപ്പം ദൈവത്തിന്റെ നമ്മള് 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവരിൽ ഉപ്പ് എന്നത്രേ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ പൗലോസ് ഞാനും സിറ്റ്യാനോസും തീമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവത്തിന്റെ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും ഒരിക്കൽ അതൊരിക്കൽ ഇല്ല എന്നുമല്ല, അവൻ ഉവ്വ് എന്ന് പറയാം. അപ്പൊ ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല. കാരണം വാഗ്ദത്തം കൊടുത്ത ദൈവവും ന്യായപ്രമാണം കൊടുത്ത ദൈവം ഒന്ന് തന്നെയാണ്. ദൈവത്തിന്റെ ഏത് വാക്കും ദൈവിക സ്വഭാവം പോലെയാണ്, അതൊരിക്കലും മാറ്റമില്ല. മാറ്റമുള്ളത് മനുഷ്യനാണ്, മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ന്യായപ്രമാണം നമുക്ക് ഒരിക്കലും നീതിയെ പ്രദാനം ചെയ്യുന്നില്ല. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വായിച്ചതായിരുന്നു, ഒന്ന് വായിച്ചു പോകാം. അപ്പൊ ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. 2:16, ഗലാത്യർ 2:16. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കുന്നുണ്ട്. അത്ര മതി. ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ 21-ാം വാക്യത്തിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ല. അപ്പൊ ന്യായപ്രമാണത്താൽ ആർക്കും നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ ന്യായപ്രമാണം നമുക്ക് ആത്മാവിനെ തരുന്നില്ല. 3:2 ഇങ്ങനെ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനല്ല. അപ്പൊ ന്യായപ്രമാണത്താൽ ആത്മാവില്ല, ന്യായപ്രമാണത്താൽ നീതിയില്ല, ന്യായപ്രമാണത്താൽ അവകാശവുമില്ല. 3:18 അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്താൽ അല്ല വരുന്നത്, അബ്രഹാമിനോ ദൈവത്തിന് വാഗ്ദത്തം മൂലം നൽകി. അപ്പൊ ന്യായപ്രമാണത്താൽ അവകാശവുമില്ല, ന്യായപ്രമാണത്താൽ നീതിയുമില്ല, ന്യായപ്രമാണത്താൽ നമുക്ക് ആത്മാവിനെ ലഭിക്കത്തില്ല. അതുപോലെ തന്നെ ന്യായപ്രമാണം ജീവനും നൽകുന്നില്ല. വായിക്കാം 3:21. നമ്മളിനി വായിക്കാൻ പോകുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ വായിക്കാം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പാൻ കഴിവുള്ളവര് ന്യായപ്രമാണം തന്നിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? ന്യായപ്രമാണം നമുക്ക് ജീവൻ തരുന്നില്ല, നീതി തരുന്നില്ല, ആത്മാവിനെ തരുന്നില്ല, അവകാശവും തരുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മളെ അടിമകളാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അപ്പൊ പൗലോസ് നമുക്ക് 8:9 4-ാം അധ്യായത്തിന്റെ 8:9 അവരോട് ചോദിക്കുന്നു, ഈ എന്താ പറയുന്നത്, ന്യായപ്രമാണം നിങ്ങളെ അടിമയാക്കുന്നതല്ലാതെ, നിങ്ങൾക്ക് കുറെ ലിമിറ്റേഷൻസ് അല്ലെ പരിമിതികൾ അല്ലെ പരിധികൾ വെച്ചിരിക്കുന്ന അല്ലാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഈ പഴയതിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്നതെന്ന് അവരോട് ചോദിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കാം. ഗലാത്യ ലേഖനം 4:8-9. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അവര് ദൈവത്തെ അറിയുന്നതിന് മുമ്പേ. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്ന എന്നെ. അപ്പൊ ന്യായപ്രമാണം കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് അല്ലാതെ അത് നമുക്ക് ജീവൻ തരുന്നില്ല, നീതി തരുന്നില്ല, ആത്മാവിനെ തരുന്നില്ല, ഒന്നും നമുക്ക് തരുന്നില്ല. നമ്മെ എന്ന അടിമത്തത്തിലാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതെന്തുകൊണ്ടാണ്? ദൈവമാണ് രണ്ടും കൊടുത്തത്, വാഗ്ദത്വവും കൊടുത്തത്, ന്യായപ്രമാണവും കൊടുത്തത്. പക്ഷെ പ്രശ്നം ദൈവത്തിൻ്റെതല്ല, പ്രശ്നം അത് ചെയ്യുന്ന മനുഷ്യൻ്റെതാണ്. നമുക്കിനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 16. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതിക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ.
എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം കൊടുത്തു. അപ്പൊ യഹൂദന്മാര് പറയുന്നതും അവര് വിശ്വസിക്കുന്നു അബ്രഹാമിന്റെ സന്തതി എന്നാണ്. ഇവിടെ പറയുന്ന പൗലോസ് പറയുകയാണ്, അബ്രഹാമിന് ദൈവ വാഗ്ദത്തം നൽകിയ ആ വാഗ്ദത്തങ്ങൾക്ക് അവകാശി ക്രിസ്തുവാണ്. എന്നിട്ട് പറയുന്നു സന്തതികൾ എന്ന് അനേകരെ കുറിച്ചുള്ള സന്തതി എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. നമ്മളും വചനം വായിച്ച് പെട്ടെന്ന് വിട്ടുപോകും. പക്ഷെ അബ്രഹാമിനുള്ള വാഗ്ദത്തങ്ങൾ എല്ലാം വായിച്ച് നോക്കിയ സന്തതി 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 എന്നാ പറയുന്നത്. നമുക്ക് 2-3 വാക്യങ്ങൾ വായിച്ചു പോകാം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 12:7. ഉൽപ്പത്തി പുസ്തകം 12:7. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ആ ദേശം കൊടുക്കുമെന്ന് അരുളിച്ചു. നിന്റെ സന്തതിക്ക്. ഓക്കെ, ഇനി 13:15. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. 24:7. എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കാം. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്ന സന്തതികൾ എന്നല്ല, സന്തതിക്ക് എന്നാണ്. അപ്പൊ സന്തതിക്ക് എന്ന് പറയുമ്പോ ഇവിടെ പൗലോസ് പറയുകയാണ് അത് ക്രിസ്തു ആണ് എന്ന് പറയുന്നത്. അപ്പൊ അബ്രഹാമിന്റെ അവകാശത്തിനല്ല, വാഗ്ദത്തങ്ങൾക്കല്ല അവകാശികൾ യഹൂദന്മാരല്ല, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദനാണെങ്കിലും യവനാണെങ്കിലും ജാതിയാണെങ്കിലും ആരാണേലും അവർക്കും കൂടി ഉള്ളതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിലൂടെയാണ് ജപിക്കുന്നത്. കാരണം അബ്രഹാമിന്റെ അനുഗ്രഹം സന്തതിക്കെന്ന് പറഞ്ഞത് അത് ക്രിസ്തുവിലാണ് പൂർത്തിയാകുന്നത്. നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 1:1 അറിയാവുന്നതല്ല. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ അത് ക്രിസ്തു തന്നെയാണ്. നമുക്കറിയാം ഗലാത്യലേഖനം 3:29 പറഞ്ഞ ക്രിസ്തുവിനുള്ളവരോ എങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളും ആകുന്നു. അപ്പം അബ്രഹാമിന്റെ അനുഗ്രഹം അവനും അവന്റെ സന്തതിക്കും ലഭിച്ചു എന്ന അനേകരെ കുറിച്ചല്ല, ഈ യഹൂദന്മാരെ കുറിച്ചോ ഇപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് പറഞ്ഞ അനേകരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അനുഗ്രഹം കിട്ടും. അതല്ലേ നമ്മള് 3:14 വായിച്ചത്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ആ ഒരു സന്തതിയെ കുറിച്ചാണ് പറയുന്നത്. അത് ഇസ്ഹാക്കിനെ കുറിച്ചും അല്ല പറയുന്നത്. പക്ഷെ നമുക്കറിയാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണേലും പ്രവചനങ്ങളാണേലും അതിന് കാല പൂർത്തീകരണമുണ്ട് അല്ലെ. അപ്പൊ അന്നത്തെ കൊണ്ട് പിന്നെ വരുന്ന, അല്ലെങ്കിൽ മുമ്പഴത്തതുണ്ട്, അല്ലെങ്കിൽ ഈ പ്രസന്റ് ടൈംസിലുണ്ട്, ഇനി അത് ഭാവി കാലത്തിലും സംഭവിക്കാനുള്ള. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ജീവനുണ്ടെന്ന് പറയുന്നത്. ചില കാര്യങ്ങള് അത് പഴയ നിയമ പ്രവാചകന്മാരോട് പറഞ്ഞതാണേലും പല ജനത്തോട് പറഞ്ഞതാണേലും അത് ഇന്നും നാം വായിക്കുമ്പോൾ അത് ജീവനുള്ളത് കൊണ്ട് നമുക്കും കൂടെ ഉള്ളതാണ്. പലതും ഇപ്പോഴും പൂർത്തിയാകാത്തതാണ്. അത് പല ക്രിസ്തുവിന്റെ 2ാമത്തെ വരവെങ്കിൽ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് ഭാവികാല അതിനൊരു പരിപൂർണതയും ഉണ്ട്. അപ്പൊ ആ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് കാലത്തിലേക്കുള്ളതാണ്. പണ്ടത്തേക്കും അന്നത്തെ സമയത്തും ഇപ്പോഴുള്ളതും അതുപോലെ ഇനി വരുവാനുള്ള കാലത്തേക്ക്. അപ്പൊ ഇനി ഒരു വാഗ്ദത്തം തന്നത്, അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അബ്രഹാമിലൂടെ അല്ലെങ്കിൽ യാക്കോബിലൂടെ അത് തീർന്നു എന്ന് പറയാനൊക്കില്ല. ദൈവത്തിന്റെ വചനം എന്നും ജീവനുള്ളതാണ്, അത് എന്നും നിലനിൽക്കുന്നതാണ്. ദൈവത്തിന്റെ വാക്ക് ഉവ്വു എന്നും അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ ഇല്ല എന്നും ആണെങ്കിൽ ദൈവ വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, അത് ഇറ്റേണലാണ്, അത് അന്ത്യം വരെ നിലനിൽക്കുന്നതാണ്, അത് കഴിഞ്ഞു പോയത് അല്ല. അല്ലെങ്കിൽ പിന്നെ ദൈവം എന്തിനാ നമ്മള് ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മള് ദൈവത്തിന്റെ വചനം വായിക്കും. പഴയ നിയമത്തിലെ വാക്കുകൾ കൂടെ ദൈവം നമ്മോട് ഇടപെടത്തില്ലേ? ഉള്ളും പഴയ പാട്ടുകളിലൂടെ ഇടപെടുന്നുണ്ട്, പഴയ നിയമത്തിന്റെ വാക്യങ്ങളിലൂടെ ഇടപെടുന്നുണ്ട്. എന്തുകൊണ്ട്? അതിപ്പോഴും ജീവനുള്ളതാണ്. ദൈവം നമുക്ക് പുതിയ വെളിപ്പാടൊന്നും തരത്തില്ല. ദൈവം നമുക്ക് ദൈവവചനത്തിലുള്ള വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് തരുന്നത്. അതിന് പ്രകാശനം നമുക്ക് ലഭിക്കുമ്പോൾ അത് വേറെ തലങ്ങളിലാണെന്ന് മാത്രമേ ഉള്ളൂ. വചനത്തിന് ഒരിക്കലും വ്യത്യാസം വരികയില്ല. ഓക്കെ,
ഞാനിങ്ങനെ ആ സമയം അനുസരിച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകാം. 17-ാമത്തെ അപ്പൊ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അബ്രഹാമിൽ അവസാനിക്കുന്നില്ല. അത് ക്രിസ്തുവിൽ കൂടെ നമുക്കും ലഭിക്കുന്നതാണ്. അത് ഇന്നും നിലനിൽക്കുന്ന വാഗ്ദത്തം ആണ്. ഇനി നമുക്ക് എന്തിനാണ് ന്യായപ്രമാണം ഇടയ്ക്ക് കൊടുത്തതെന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. 3:17 3 കുറച്ച് വാക്യങ്ങളുണ്ടായിരുന്നു, വായിക്കുന്നില്ല. പക്ഷെ 3:17 ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. പറയുകയാണ് 430 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അത് കഴിഞ്ഞ് 430 വർഷങ്ങൾക്ക് ശേഷം മോശയിലൂടെ ഒരു പ്രമാണം കൊടുത്തു. പക്ഷെ അത് രണ്ടും ഒരു ദൈവമാണെങ്കിൽ കൊടുത്തതെങ്കിലും ആ വാഗ്ദത്തം, ഈ ന്യായപ്രമാണം വന്നത് മൂലം വാഗ്ദത്തം ദുർബലമാകുന്നില്ല. അത് ഒരിക്കലും ദുർബലമാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത വാക്യത്തിൽ അത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് ശ്രദ്ധ വെക്കാം. അപ്പൊ അവര് പറയുന്നു അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ആ ദൈവം തന്നെ 430 വർഷങ്ങൾക്ക് ശേഷം മോശയിലൂടെ ഒരു ന്യായപ്രമാണം കൊടുത്തു. അപ്പൊ ജനങ്ങളുടെ അവരുടെ വാദം എന്ന് പറയുന്ന പുതിയ ഉടമ്പടി കൊടുക്കുമ്പോൾ പഴയതിന് മാറ്റം വരികയില്ലേ? പൗലോസ് പറയണം ഒരു നാളുമില്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉബു എന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനൊരിക്കലും ദുർബലമാകുന്നില്ല. അപ്പൊ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് ശരിക്കും 430 വർഷങ്ങൾക്ക് മുമ്പല്ല, 645 വർഷങ്ങൾക്ക് മുമ്പെയാണ് ദൈവം ഏകദേശം അബ്രഹാമിലൂടെ ഒരു വാഗ്ദത്തം കൊടുത്ത്. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 15:13. അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു, ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കും, നീ അറിഞ്ഞുകൊള്ളുക. അത് അബ്രഹാമിനോട് 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് കൊടുത്ത വാഗ്ദത്തമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം യാക്കോബും മക്കളും 20 പേര് അടങ്ങുന്ന ആ ഒരു സംഘം അവിടെ ചെന്ന് താമസിച്ചു. അവരവിടെ താമസിച്ച് 430 വർഷം 400-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് അവര് കനാൻ ദേശത്തേക്ക് അല്ലെ മിസ്രൈമിലേക്ക് വരാനായിട്ട്, മിസ്രൈമിൽ നിന്ന് ഇസ്രയേലിലേക്ക് വരാനായിട്ട് പുറപ്പെട്ടത്. അപ്പൊ അവരവിടെ ഇരിക്കുമ്പോൾ സീനായി മരുഭൂമിയിൽ വെച്ചാണ് അവർക്ക് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ 430 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ശേഷമല്ല, അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പം 645 വർഷം. കാരണം അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു, ഇസഹാക്കിന്റെ കാലം കഴിഞ്ഞു, പിന്നെ യാക്കോബിന് ഏകദേശം 130 വർഷത്തോളമായി അല്ലെ? അത് കഴിഞ്ഞപ്പോഴല്ലേ അവർ മിസ്രൈമിലേക്ക് പോയത്. അതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ, ഞാൻ കൂട്ടിയതല്ല, എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ 645 വർഷം. അപ്പൊ അത്ര എടുത്തു. പക്ഷെ ആ മിസ്രൈമിൽ നിന്ന് അവരെ മിസ്രൈമിൽ എത്തിയതിന് പുറപ്പെട്ടതിന് ശേഷം ആണ് മോശയ്ക്ക് വാഗ്ദത്തങ്ങൾ കൊടുത്തത്. അപ്പം അവര് മിസ്രൈമിൽ എത്തിയതിന് ശേഷം 430 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്നത്. അപ്പൊ ന്യായപ്രമാണവും അവരോട് അപ്പൊ അവര് ചോദിക്കുന്നു, ദൈവം ആദ്യം വാഗ്ദത്തം കൊടുത്തു അല്ലെ? 645 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു അല്ലെ? 430 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പറയാം, വാഗ്ദത്തം കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് ദൈവം ഒരു പ്രമാണം കൊടുത്തപ്പോ ആദ്യത്തെ ദൈവം തന്നെയല്ല ദുർബലമാക്കുന്നത്. പൗലോസ് പറയാം ഒരിക്കലുമല്ല. ആ ന്യായപ്രമാണവും പറഞ്ഞതുപോലെ ന്യായപ്രമാണവും വിശ്വാസവും എന്ന് പറയുന്ന വ്യത്യസ്ത തലങ്ങളായിരിക്കുന്നത് പോലെ തന്നെ ന്യായപ്രമാണവും അബ്രഹാമിനോട് ഉള്ള ദൈവിക വാഗ്ദത്തവും തികച്ചും വ്യത്യാസമാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ന്യായപ്രമാണവും വിശ്വാസവും വ്യത്യസ്ത തത്വങ്ങൾ ആയിരിക്കുന്നത് പോലെ, അതിനെ ഞാനൊരു വാക്യം കൂടെ വായിച്ചു പോകാം. ഗലാത്യലേഖനം 3:12. ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും ശ്രദ്ധിച്ചിരിക്കുക. ഞാനൊരു വാക്യം വായിക്കാം. ഗലാത്യർ 3:12. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല, വാഗ്ദത്തങ്ങൾക്കാണ് വിശ്വാസം. അപ്പം ന്യായപ്രമാണവും വിശ്വാസവും വ്യത്യസ്ത തത്വങ്ങളായിരിക്കുന്നത് പോലെ തന്നെ ന്യായപ്രമാണവും അബ്രഹാമിനുള്ള വാഗ്ദത്വവും തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ അത് വ്യത്യസ്തമാണ്. അത് വിശ്വാസത്താലാണ് വാഗ്ദത്തം പ്രാപിക്കുന്നത്. അപ്പൊ അബ്രഹാമിലൂടെ ദൈവം മനുഷ്യരെ
അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്തം തികച്ചും വ്യത്യസ്തമാണ്. അതിന് ന്യായപ്രമാണവുമായി യാതൊരു ബന്ധമില്ല. ന്യായപ്രമാണം എന്ന് പറയുന്ന കുറച്ച് കൽപ്പനകളും പ്രമാണങ്ങളും മാത്രം. അപ്പൊ ആ കുറച്ച് കൽപ്പനകളും പ്രമാണങ്ങളും അനുഷ്ഠിക്കുന്നതിലൂടെ ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് യാതൊരു വ്യത്യാസമില്ല. കാരണം ദൈവം ഒരിക്കൽ അരുളി ചെയ്താൽ അത് എന്ന് തന്നെ ആയിരിക്കും. ദൈവത്തിന് ഗതിഭേദമുള്ള ആച്ഛാദനമില്ല, ഒന്നുമില്ല. പക്ഷെ സാഹചര്യങ്ങൾ മാറിയെന്നിരിക്കാം, തലമുറകൾ മാറിയെന്നിരിക്കാം. പക്ഷെ ഈ നിത്യനായ ദൈവത്തിന്റെ പ്രമാണത്തിന് ഒരു മാറ്റവുമില്ല. അപ്പം പൗലോസ് പറയുകയാണ്, ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ന്യായപ്രമാണം വാഗ്ദത്തങ്ങളെ നീക്കുവാൻ തക്കോണം ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് ദൈവം ആദ്യം ഒരു വാഗ്ദത്തം കൊടുത്തു, അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഒരു ന്യായപ്രമാണം കൊടുത്തു. പക്ഷെ ആ ന്യായപ്രമാണം വന്നതിനാൽ ആദ്യം ദൈവം കൊടുത്ത ആ വാഗ്ദത്തത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ഓക്കെ, ഇനി അടുത്ത വാക്യം. ഓക്കെ, 18. എന്തോ? ഓക്കെ, നമുക്ക് അടുത്ത വാക്യം വായിക്കാം. 18. അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്, അബ്രഹാമിനോ ദൈവം അതിന് വാഗ്ദത്തം മൂലം നൽകി. അപ്പം ഇവര് പറയുന്നത് അബ്രഹാമിന് പാരമ്പര്യ അവകാശമായി, അബ്രഹാമിന്റെ പാരമ്പര്യ അവകാശം അല്ലെ യഹൂദന്മാർക്ക് പാരമ്പര്യ അവകാശമായി കിട്ടിയതാണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. നമുക്കറിയാം നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് നിയമത്തിനും ന്യായപ്രമാണവും മോശയുടെ പുസ്തകവും എന്നൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയമത്താൽ ലഭിക്കുന്നു എങ്കിലും ന്യായപ്രമാണത്താൽ എങ്കിൽ ഭക്തത്താൽ. അപ്പം പറയുകയാണ് പാരമ്പര്യ അവകാശമായിട്ട് യഹൂദന്മാർക്ക് ലഭിക്കുന്നുവൊന്നും അല്ല വാഗ്ദാനം, അബ്രഹാമിന് അത് ഒരിക്കലായി ലഭിച്ചതാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നതും മാത്രമാണ്. അപ്പൊ പറയുന്നേ അപ്പൊ അവരുടെ ചോദ്യം, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തത് അവരൊക്കെ വിശ്വസിക്കുന്നത് എന്താ പറയുന്നത്, അബ്രഹാം പ്രവൃത്തിയിലൂടെയാണ് നീതീകരിക്കപ്പെട്ടതെന്ന്. അപ്പം പരിച്ഛേദനയിലൂടെയാണ് നീതീകരിക്കപ്പെട്ടതെന്നാ പറയുന്നത്. ദൈവം പറയുന്ന അല്ല, പൗലോസ് പറയുന്നത് അങ്ങനെയല്ല, അബ്രഹാം വിശ്വാസത്തോടെയാണ്. കാരണം പരിച്ഛേദന 17-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്. അതിനു മുമ്പെയാണ് 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തത്. അപ്പൊ അത് പൗലോസ് പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ കൃപയും മാത്രമാണ്, നമ്മളുടെ ഒരു പ്രവൃത്തികളുമല്ല. കാരണം അബ്രഹാമിനോട് ഒരു നിയമം കൊടുത്തിട്ട് പറഞ്ഞു നീ എടുത്തോ, പക്ഷെ മോശയോട് ഒരു നിയമം കൊടുത്തിട്ട് പറഞ്ഞു നീ അത് ചെയ്തോ. കാരണം ചെയ്യാൻ മനുഷ്യന് കഴിയില്ല, എത്ര ചെയ്താലും മനുഷ്യൻ ചെയ്യാൻ കഴിയത്തില്ല. അബ്രഹാമിനോടാണെങ്കിൽ വിശ്വസിച്ചോ, അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഇപ്പൊ ക്രിസ്ത്യാനി കോളത്തിലും അതുപോലെയാണ്. ദൈവം എന്താ പറയുന്നത്, ദൈവം നമ്മളോട് പറയാൻ നീ വിശ്വസിച്ചോ, നിന്റെ പ്രവൃത്തി ഒന്നിനും കാരണമല്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. അത് തന്നെയാണ് അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്വം, അത് തന്നെയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. റോമലേഖനം 4:13-14. ഓക്കെ, ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താൽ അല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികൾ എങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. 16-ാമത്തെ വാക്യം, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. അവിടെ പറയുന്നുണ്ട് അബ്രഹാം പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ വെച്ചാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അപ്പം പരിശോധന മാത്രമുള്ളവർക്കല്ല, അബ്രഹാമിന്റെ വിശ്വാസം അഗ്രചർമ്മത്തിൽ വെച്ചിട്ടുണ്ടായ അബ്രഹാമിന്റെ വിശ്വാസനിധിയെ പിന്തുടരുന്നവരായ പരിശീലനക്കാർക്കും അതുപോലെ അഗ്രചർമ്മക്കാർക്കും ഉള്ളതാണ് ആ വാഗ്ദത്തം എന്ന് പറയുന്നത് എന്ന് അങ്ങനെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അബ്രഹാമിന് വാഗ്ദത്തം നമ്മൾ ഇപ്പോഴും പറഞ്ഞു, അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചത് അത് അബ്രഹാമിനെ കൊണ്ട് അവസാനിക്കുന്നില്ല, അത് ക്രിസ്തുവിലാണ്, അത് ക്രിസ്തുവിലൂടെ ഉണ്ട്, അത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, അത് ഇറ്റേണലാ, അതൊരു സമയത്തേക്ക് മാത്രമുള്ളതല്ല, അത് എന്നും നിത്യതയിലേക്ക് ഉള്ളതാണ്, നിത്യത വരെ നമ്മെ എത്തിക്കുന്നതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നാം അബ്രഹാമിന് വാഗ്ദത്തം അബ്രഹാമിന് തന്നെ അറിയാമായിരുന്നു അത് തന്നിൽ അവസാനിക്കുന്നതല്ല എന്ന്, അല്ലേ? അത് നമ്മൾ എവിടെയാ
വായിക്കുന്നത്? എബ്രായ ലേഖനത്തിലാണ് വായിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ അബ്രഹാം അന്ന് ദൈവത്തോട് കെഞ്ചിയാനേ അല്ലേ? അബ്രഹാം കനാൻ വീട്ടിൽ ആയിരുന്നിട്ട് പോലും അബ്രഹാം എന്താ പരദേശി എന്ന നിലയിലാണ്, അവിടെ അന്യദേശത്ത് എന്ന പോലെ ഇവിടെ പാർത്തെന്നാ പറയുന്നത് അല്ലേ? അപ്പം നമുക്കൊന്ന് വായിക്കാം എബ്രായ ലേഖനം 14 8, 9, 10 വാക്യങ്ങൾ. വിശ്വാസത്താൽ എബ്രായർ 11 8, 9 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഇവിടെ കൂട്ടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പൊ അബ്രഹാമിന് അറിയാമായിരുന്നു തന്റെ ഈ വാഗ്ദത്തം, തനിക്ക് കിട്ടിയ വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, താൻ ക്രിസ്തുവിനോടുകൂടെ വാഴുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യോഹന്നാന്റെ സുവിശേഷ 8-56 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അബ്രഹാം എന്റെ ദിവസം കാണും എന്ന് പറഞ്ഞു. അബ്രഹാം അത് വിശ്വസിച്ചിരുന്നു. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 8:56. നിങ്ങളുടെ പിതാവ്, അവിടെ യഹൂദന്മാരോടാ പറയുന്നത്, നമുക്കറിയാം അവിടെ പറയുന്നുണ്ട് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടെന്നാ പറയുന്നത് അല്ലേ? അവർ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് കർത്താവിന്റെ കൂടെ വന്നിട്ട് അവര് പറഞ്ഞു അവരെ കുറച്ച് കഴിയുമ്പോൾ കർത്താവ് വിളിക്കുന്ന എന്ത് പിശാചിക സന്തതികളെ എന്നാ വിളിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ അകവും പുറവും ഒരുപോലെ അറിയാവുന്ന ദൈവം. ഓക്കെ. 8:56 നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് ഉല്ലസിച്ചു, അത് കണ്ട് സന്തോഷമിരിക്കുന്നു എന്ന്. അപ്പൊ അവിടെ അബ്രഹാമിന്റെ അറിയാമായിരുന്നു ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, ദൈവം തനിക്ക് നിത്യമായ ഒരു അവകാശം വെച്ചിരിക്കുന്നത് അത് ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിന്റെ ദിവസം കാണുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. അപ്പം ഇവിടെ പറയുന്നതിന്റെ അർത്ഥം നിയമമുള്ളത് കൊണ്ടല്ല അവകാശം ലഭിക്കുന്നത്, ദൈവത്തിന്റെ കൃപയാലാണ്. എങ്കിൽ ദൈവത്തിന്റെ കൃപയാലാണ് അവകാശം ലഭിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ വായിക്കുന്നത്, വായിക്കാം അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്താലല്ല വരുന്ന. അബ്രഹാമിനോ ദൈവം വാഗ്ദത്തം നൽകി, അബ്രഹാമിനോട് ഒരു വാക്ക് പറഞ്ഞു, നീ വിശ്വസിച്ചോ, കാരണം നീ വിശ്വസിച്ചാൽ അത് ദൈവത്തിന്റെ ദാനമാ, ദൈവത്തിന്റെ കൃപ. അബ്രഹാം നമ്മളിൽ നിന്നും ആരും വ്യത്യസ്തനൊന്നും ആയിരുന്നില്ല അല്ലേ? യഹൂദന്മാരിൽ നിന്നും ആരും വ്യത്യസ്തമില്ല. അബ്രഹാമും തെറ്റ് ചെയ്തിട്ടുണ്ട്, മോശയും തെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃപാദാനം എന്ന് പറയേണ്ടത് ഇപ്പോഴും അത് തന്നെയാ. നമ്മളുടെ പ്രവൃത്തികളുടെ അല്ല നാം ദൈവത്തിൽ വന്ന് ദൈവത്തിനെ അറിയാനായിട്ട് ഇടയായിത്തീർന്നത്, അത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. നമ്മൾ ചിലപ്പം പറയും, അയ്യോ ഇത്രയും വചനം കേട്ട് ഇവരെന്താ മറുതലിച്ചിരിക്കുന്നത് അല്ലേ, ഞാൻ എത്രത്തോളം പറഞ്ഞ് ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്നെല്ലാം നമ്മൾ പറയും. കാരണം അത് ഞാനും അങ്ങനെ ഒത്തിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയാമോ, ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ കൃപയാലാണ് ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് വെളിപ്പെട്ട് കിട്ടുന്നത്. അവർക്ക് ആർക്കും മനസ്സിലായില്ല. അവരിപ്പോഴും ഈ ഭൗതിക കാര്യങ്ങളെ കണ്ട് മഞ്ഞേ അപ്പം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ശേഷവും ഇപ്പൊ നിങ്ങളുടെ മനസ്സിന് മാറ്റമില്ല, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും മിസ്രൈം ഉണ്ടെന്നല്ലേ? അപ്പം ദൈവത്തിങ്കിലേക്ക് വന്നിട്ടും മിസ്രൈം അകത്തുണ്ടായത് കൊണ്ടാണ് അതൊന്നും മനസ്സിലാകാത്തത്. അതുകൊണ്ട് അത് ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ അത് പുതിയ നിയമം നമുക്ക് ഇപ്പോഴും നമ്മുടെ ഉള്ളിലെ പല മിസ്രൈമും കിടപ്പുണ്ട്. മിസ്രൈമിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദൈവത്തിൽ അറിഞ്ഞു വന്നു എന്ന് പറഞ്ഞവരും ക്രിസ്തുവിൽ വിശ്വസിച്ചവരും എന്തുകൊണ്ടാണ് ഈ പഴയതിന്റെ പുറകെ പോകുന്നതിന് കാരണം? ചിലര് വിശുദ്ധിയിൽ നിന്ന് വിശ്വസ്തിയിലേക്ക് പോകുന്നു. സോറി 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവർക്കോ മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിലേക്കുള്ള വാസന തന്നെ. അപ്പൊ ജീവനിൽ വന്നവർ പോലും ജീവങ്കിലേക്കുള്ള വാസന പ്രാപിക്കാതെ ഇപ്പോഴും പഴയതിൽ തന്നെ നിൽക്കുകയാണ് എങ്കിൽ ഇപ്പോഴും അവരുടെ ഉള്ളിൽ മിസ്രൈം പാർക്കുന്നുണ്ട്. അപ്പം ആ മിസ്രൈം അകത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജഡം അല്ലെങ്കിൽ ലോകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അകത്തിരിക്കുമ്പോൾ അകത്ത് മറ്റ് വചനം കേറാനോ പരിശുദ്ധിയിലേക്ക് വരുവാനോ അവർക്ക് കഴിയുന്നില്ല. അത് നമ്മുടെ തന്നെ കുറ്റമല്ല, നമ്മളുടെ കുറ്റവും ഉണ്ട്. നമ്മൾ പൂർണ്ണമായും ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. പക്ഷേ ലോകം, ജഡം, പിശാച് എന്ന സാധനങ്ങള് നമ്മെ പുറത്തുനിന്ന് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും.
ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾക്ക് പുറകെ പോവുകയാണെങ്കിൽ അന്നന്നേരത്തേക്കുള്ള സുഖവും അന്നന്നേരത്തേക്കുള്ള ആനന്ദവും കിട്ടുമെങ്കിലും നമ്മൾ നിത്യതയുടെ പ്രകാശനം ലഭിക്കാതെ പോയാൽ, കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേട്ട ഇങ്ങനെ, നമ്മളെ ആ കർത്താവിന്റെ ആ ഒരു നിത്യതയുടെ ആ പ്രകാശം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്ലൈൻഡ് ആയിട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കർത്താവിന്റെ ആ എക്സലൻസി, ആ ഒരു വലിയ അതിമഹത്വം കാണാതെ ഈ ലോകത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് നമ്മുടെ കണ്ണ് അവിടെയാ. അതല്ലേ ഏദനിൽ സംഭവിച്ചത്. ഇത്രയും കാര്യങ്ങളെല്ലാം ദൈവം മുമ്പ് കൊടുത്തിട്ട് അവരോട് പറയുക, ദൈവം അവരെ ആക്കിയിട്ട് പറഞ്ഞു, നിങ്ങള് ഇത് ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, ആ നാള് നിങ്ങൾ മരിക്കും. പക്ഷെ സാത്താൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങളുടെ കണ്ണിപ്പോ തുറന്നിട്ടില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന്. ഇപ്പോഴും അതുപോലെയാണ് സാത്താൻ വാലാട്ടി നമ്മളോടും വന്ന് പറയുവാണ്, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. നമ്മളെല്ലാവരും ജഡമാണ്, മനുഷ്യനാണ്, ബലഹീനത ഉള്ളവരാണ്. നമ്മളെ ലോകത്തിലേക്ക് വലിക്കുന്നത് കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കർത്താവിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുമോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്നും നിങ്ങളുടെ ഉള്ളിലിരുന്നും പറയും, മോളെ മോനെ അങ്ങോട്ട് പോകരുത്, എൻ്റെ അടുത്തേക്ക് വാ, ഇത് താൽക്കാലികം മാത്രമാണ്, വലിയൊരനുഗ്രഹം ഞാൻ നിനക്ക് വെച്ചിരിക്കുന്നു. ആ മഹാത്മ്യത്തിലേക്ക് നീ വരുമോ, അത് നിന്നെ വിളിക്കുന്ന ലോകത്തിന്റെ പുറകെ നീ പോകുമോ? അപ്പൊ ഇവിടെ സംഭവിച്ചത് അതാണ്. അവിടെ കുറെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ കൊടുത്തെങ്കിലും അവരാ കനാൻ ദേശം കൈവശമാക്കാനുള്ള ഒരാഗ്രഹത്തിന് ഇപ്പോഴത്തേക്കുള്ള അതിന്റെ പുറകെ പോയപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മറക്കുവാനായിട്ട് ഇടയായി തോന്നി. ഇടയ്ക്ക് പിടിച്ച ചിലതിനെ മുറുകെ പിടിച്ചു. എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് പോകത്തില്ലെന്ന്. എനിവേ, അടുത്ത ഒരു വാക്യം കൂടെ ചിലപ്പം പറയാം. അപ്പം ഇടയ്ക്ക് വെച്ച് കുറച്ച് സാധനങ്ങൾ കിട്ടി, അതിനെ മുറുകെ പിടിച്ചെടുക്കും. ക്രിസ്തു ദൈവത്തിന്റെ കൂടെ പുറപ്പെട്ടവരാ, ദൈവത്തോട് കൂടെ പുറപ്പെട്ടവരാ. പക്ഷെ ആ വാഗ്ദത്തം ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അബ്രഹാമിന് ഞങ്ങൾക്കൊരു വാഗ്ദത്തം നമുക്കറിയാം, മോശയുടെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചായിരുന്നു, കൊച്ചിലെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചായിരുന്നു. ഈ ജനം എല്ലാം ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. യാക്കൂബും ഒക്കെ അവിടെ വന്ന് കുറെ നാളത്തേക്കാ താമസിച്ച, കുറെ കാലങ്ങൾക്ക് ശേഷം ദൈവം പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ആയിരിക്കും ജനത്തെ പുറത്തേക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മോശയ്ക്ക് അത് വിശ്വാസം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് മോശയുടെ കൂടെ വന്നവരൊക്കെ ആ ഇടയ്ക്ക് കൊടുത്ത എന്താ പറയുന്നേ, ആ ധനത്തില്, ആ ഇടയ്ക്കത്തെ ധനത്തിൽ മുറുകെ പിടിച്ചിട്ട് അവരോട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്, ആ ക്രിസ്തു ഒരു മശിഹായ്ക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു. അത് ഇറ്റേണൽ ആയിരുന്നു, അത് നിത്യമായിരുന്നു. ആ നിത്യതയെ നോക്കാതെ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് ഇടയ്ക്ക് കയറി വന്നതിനെ അതിനെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവര് പറയുകയാണ്, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ദൈവം ആ വാഗ്ദത്തം കൊടുത്തു, അത് ശരിയാ, പക്ഷെ ദൈവം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു സാധനം കൂടെ തന്നായിരുന്നല്ലോ, അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി താല്പര്യമുള്ളത്. ഞങ്ങൾക്കിപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി സമാധാനമൊക്കെ തരുന്നത്, ഞങ്ങൾക്ക് ഇച്ചിരി സന്തോഷമൊക്കെ തരുന്നത്, അത് ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് ഇനി അവസാനത്തെ ഒന്നും വേണ്ട. ഒരു മഷിക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ ഒരു മഷി വന്നപ്പോ അതിനെ മഷികയാണെന്ന് അദ്ദേഹത്തെ മഷികയാണെന്ന് അംഗീകരിക്കാൻ അവർക്ക് ആ ഒരു ആഗ്രഹമില്ലായിരുന്നു. കാരണം അവരുദ്ദേശിച്ച മഷിക എന്ന് പറഞ്ഞാൽ അവരെ സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്ന് വിടിയിക്കപ്പെടുന്ന ഒരു മഷികയെ അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവര് കൊട്ടാരത്തിലിരിക്കുന്നു, സിംഹാസനത്തിലിരിക്കുന്ന ഒരു മഷിക അവർ കണ്ടില്ല. അതുകൊണ്ടാണ് മഷിയെ തള്ളി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടിയ വാക്യങ്ങൾ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഇനി ഒരു മഷിക വരുമെന്ന് പറഞ്ഞിട്ട് അവര് നോക്കിയിരിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചാൽ അവസാനം ഒരു കുത്തിയവങ്കലിലേക്ക് നോക്കും. എല്ലാവരും സ്ത്രീജനവും ലേവികുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചായിരുന്നല്ലോ. അതെല്ലാവരും കുത്തിയവങ്കിലേക്ക് നോക്കുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടി അവർ കാത്തിരിക്കുക. കാരണം വലിയൊരു ശിക്ഷാവിധിക്ക് വേണ്ടി അവർ കാത്തിരിക്കുക. അതുപോലെ ഇപ്പോഴും അനേകര ശിക്ഷാവിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ആലോചിക്കുക, എന്തിനാ ദൈവത്തിന് ദൈവം വിളിച്ചു നമ്മൾ അതുകൊണ്ട് വന്നത്. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതുമുണ്ട്, പിന്നെ മറ്റേതിന്റെ പുറകെ എന്തിനായി പോകുന്നത്? ഇത്ര നല്ലത് നമ്മുടെ കൈ കിട്ടിയിരിക്കുമ്പോ നമ്മൾ എന്തിനാ മറ്റേതിന്റെ പുറകെ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പം ഓക്കെ, അപ്പൊ അടുത്ത വാക്യം. അപ്പൊ അവിടെ പറയുന്നത്, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. അബ്രഹാമിന് അവകാശം ന്യായപ്രമാണത്തെങ്കിൽ വാഗ്ദാലല്ല, അത് ദൈവത്തിന്റെ കൃപയും ദാനവും മാത്രമാണ്. ഓക്കെ, അപ്പം ഓക്കെ, 3:19 ഓക്കെ. എന്നാൽ ന്യായപ്രമാണം എന്തിന്?
വാഗ്ദത്തം ചെയ്ത സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു അത്രേ. ഓക്കെ, ഇവിടെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ മഹനീയത, സുപ്പീരിയോറിറ്റി ഓഫ് ദ പ്രോമിസസും അതുപോലെ തന്നെ ന്യായപ്രമാണത്തിന്റെ ബലഹീനത, വീക്ക്നെസ് ഓഫ് ദ ലോ, അതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ പറയുന്നത്. ഇത്ര വലിയ വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടും, അല്ലെങ്കിൽ അബ്രഹാമിന് വലിയ ഒരു വാഗ്ദത്തം കൊടുത്തിട്ടും എന്തിനാ ദൈവം ബലഹീനമായ ഒരു, അല്ലെങ്കിൽ മനുഷ്യന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന, ശാപം വാങ്ങിക്കൊടുക്കുന്ന ഒരു ന്യായപ്രമാണം കൊടുത്തത്? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇവിടെ പറയുകയാണ്, വാഗ്ദത്തം ചെയ്ത സന്തതി വരുവോളം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും മധ്യസ്ഥന്റെ കയ്യിൽ കൊടുത്തതുമാണ്. നമുക്കറിയാം, ന്യായപ്രമാണം എന്തിനാ കൊടുത്തത്? ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണിക്കുന്നു, അതുപോലെ തന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു, പാപത്തിന് ശിക്ഷയുള്ളതിനാൽ ചെയ്യാതിരിക്കാൻ വേണ്ടി മനുഷ്യനെ അവർക്ക് ബോധം വരുത്തുന്നു, അത്രയൊക്കെ ഉള്ളു. അപ്പൊ എന്നിട്ട് ന്യായപ്രമാണം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വാ, ദൈവം നൂറ്റാണ്ടുകളായി മനുഷ്യനോട് കെഞ്ചുക, ക്രിസ്തുവിലേക്ക് വാ, കാരണം നിങ്ങൾ പാപികളാ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല, നിങ്ങളുടെ രോഗം നിങ്ങൾ മനസ്സിലായല്ലോ, നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്, കർത്താവിലേക്ക് വാ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. അപ്പൊ എന്ത് ജനം വഴിവിട്ട് നടക്കാതിരിക്കാന്, ഒരു ലോലസിലേക്ക് നടക്കാതിരിക്കാൻ, ക്രമമായി നടക്കാൻ വേണ്ടി, ക്രമം കെട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തതാ. ഓക്കെ, അപ്പൊ ഇത് പറയുന്ന ലംഘനം മൂലം കൂട്ടിച്ചേർത്തത്. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ അത് തന്നെ. ദൈവത്താൽ വെടിവെക്കപ്പെട്ടിട്ടും ദൈവത്തിന്റെ ഇത്രയും അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടും പക്ഷെ മറുത്തു പറയുന്ന ഒരു ജനമായിരുന്നു അല്ലെ. ആ ഒരു പാപികളായ ഒരു ജനസമൂഹത്തിനാണ് ദൈവം കൊടുത്തത്. എന്തുകൊണ്ട്? അവരുടെ ലംഘനം കൂടി വരിക. ദൈവത്തോട് കൂടെ നടന്നിട്ട് ഇവർ ഈ പരസംഗവും വിഗ്രഹാരാധനയും പിറുപിറുപ്പും പരീക്ഷയ്ക്ക് എല്ലാം ചെയ്യുന്ന അങ്ങനെയുള്ളവർ നമുക്കറിയാം. ദൈവം വാഗ്ദത്തം കൊടുത്ത്, ദൈവം ന്യായപ്രമാണം കൊടുത്തിട്ട് യോശുവയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ താഴെ എത്തുക, ആദ്യത്തെ കൽപ്പന തന്നെ പൊട്ടിച്ച ജനത്തെയാ കാണുന്നത് അല്ലേ. അപ്പൊ പാപികളുടെ ഒരു സമൂഹത്തിന് ആ ദൈവം ആ വാഗ്ദത്തം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ പാപം ചെയ്യരുത്. ലംഘനം നിമിത്തം, അവരുടെ ലംഘനം നിമിത്തം ദൈവം കൂട്ടിച്ചേർത്തതാണ്. കാരണം ആരുടെ ലംഘനം നിമിത്തം? അവരുടെ ലംഘനം, ഇസ്രായേൽ ജനത്തിന്റെ ലംഘനം നിമിത്തം, അല്ലെ അവരുടെ ആ ക്രമക്കേട് നിമിത്തം, അവര് ക്രമകെട്ട് നടക്കാതിരിക്കാൻ വേണ്ടി ദൈവം കൂട്ടിച്ചേർത്ത. ലംഘനം നിമിത്തം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ ഒന്നുമല്ല, മനുഷ്യരുടെ ലംഘനം നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. ദൈവത്തിനത് പ്ലാൻ ഇല്ലായിരുന്നു, ദൈവം അത് കൂട്ടിച്ചേർത്തതാണ്. എന്നിട്ട് പറയുന്നു, എവിടെ വരെ? വാഗ്ദത്തം ചെയ്ത സന്തതി വരുവോളം എന്ന് പറഞ്ഞാൽ ക്രിസ്തു വരുവോളം. അപ്പൊ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഉപാധികളില്ലാത്തതായിരുന്നു, അത് ഇറ്റേണൽ ആയിരുന്നു, അത് നിത്യമായിരുന്നു. പക്ഷെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു ടെർമിനൽ പോയിന്റ് അതിനുണ്ട്, അത് ക്രിസ്തുവാണ്. ക്രിസ്തു വരുവോളം, അല്ലെങ്കിൽ അവർക്കൊരു മശിഹായെ അവർ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അവർ ലംഘനം ചെയ്യാതൊക്കെ ജീവിച്ചാണ് ദൈവത്തിന് അത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ജനം ക്രമക്കെട്ടു. നമ്മൾ ന്യായപ്രമാണത്തിൽ വരെ ന്യായാധിപന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ന്യായാധിപന്മാർ ഇല്ലാത്ത കാലത്ത് ജനം തനിക്കിഷ്ടം പോലെ നടന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദൈവം അവരെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തതാണ്. അപ്പം അത് ന്യായപ്രമാണം കൊടുത്തു, പക്ഷെ അത് ശാപത്തിലാ കലാശിച്ചത്. അവർക്ക് അവർക്ക് ആ ശാപം മാത്രമേ ഉള്ളൂ. അത് എന്താ പറയുന്നത്, അവർക്ക് ആ അനുഗ്രഹം അതിനകത്തൂടെ പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം വാഗ്ദത്തം ചെയ്ത സന്തതി ക്രിസ്തു വരുവോളം ആയിരുന്നു. അത് വാഗ്ദത്തം അബ്രഹാമിലൂടെ കൊടുത്തു, അത് ക്രിസ്തുവിലൂടെ അത് വരേണ്ടിയിരുന്നു. ന്യായപ്രമാണം ഒരു മശികായെ കാട്ടിക്കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഒരു മശിക വരുന്നുണ്ട്, പക്ഷെ അവർ മശികയെ പ്രതീക്ഷിച്ചിരുന്നു, അവർ ആ മശികയെ കണ്ടില്ല, അല്ലെങ്കിൽ അവരുടെ കണ്ണ് കുരുടാക്കി ഈ ലോകത്തിന്റെ ദൈവം. അതുകൊണ്ടല്ലേ സ്തെഫാനോസ് ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വന്ന മശികയെ നിങ്ങൾ ഘോഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് അങ്ങോട്ട് പോകാം. ആ വാക്യം അപ്പോസ്തല പ്രവൃത്തികള് 7:51, 52 വായിക്കാം. അവര് പറയുന്ന അവരുടെ സ്വഭാവം മനസ്സിലാക്കുക. കാരണം അവർ മശികയ്ക്ക് വേണ്ടി കാത്തിരുന്ന, പക്ഷെ ആ മശികയെ അവര് അംഗീകരിച്ചില്ല. ശാഠ്യക്കാരും 7:51 ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, ആരോടാ പറയുന്നത്? പുരോഹിതന്മാരോടും വലിയ ആൾക്കാരോടാ പറയുന്നത്. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു.
അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു. നിങ്ങൾ ഈ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3:13 പറയുന്നുണ്ട്, അപ്പോസ്തലർ 3:13-14, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു ദൈവൻ നായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരുടെ എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പൊ അവിടെ ഞാൻ ഇവിടെ നിർത്തുകയാണ്, ഇനി അങ്ങോട്ട് നമുക്ക്. അപ്പം അവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവം ആ ഒരു ന്യായപ്രമാണം കൊടുത്തത് മുമ്പ് കൊടുത്ത വാഗ്ദത്തങ്ങൾക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. കാരണം ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം കൊടുത്തത്? എന്തിനാ ഇടയ്ക്ക് കുറച്ച് പ്രമാണങ്ങൾ കൊടുത്തത്? കാരണം ദൈവത്തിന്റെ പ്ലാന് വഴികളൊന്നും നമുക്ക് മനസ്സിലാകുന്നതല്ല. നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളും പോലെയല്ല ദൈവത്തിന്റെ വഴികളും. വിചാരം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും ഒക്കെ നമ്മുടേതിലും ഉത്തമമാണെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. പക്ഷെ നമുക്കത് മനസ്സിലാകാത്തതിന്റെ കാരണം ദൈവം എല്ലാം കൂടെ പറഞ്ഞു തന്നാൽ നമുക്ക് ദൈവം ആ വഴികളെയൊക്കെ പതിയെ 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 പറഞ്ഞു കൊടുക്കത്തുള്ളൂ. കാരണം ഇതെല്ലാം കൂടി ഇവരോട് പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. നമ്മൾ പറഞ്ഞില്ലേ, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം, എന്നിട്ട് അത്രയൊന്നും ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. കാരണം അവരുടെ കണ്ണ് തുറന്നില്ല. അവരുടെ ഹൃദയത്തിന് അവർ പരിശോധന ഇല്ലാത്തവരായിരുന്നു, കഠിന ഹൃദയരായിരുന്നു. കഠിന ഹൃദയമുള്ള ഒരു ജനത്തിനാ ന്യായപ്രമാണം കൊടുത്തത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ക്രിസ്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ, പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയം തുറക്കത്തുള്ളൂ. നിങ്ങൾ ഇപ്പോഴും മറുതലിച്ചേ പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തോ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു. കാരണം ക്രമം കെട്ട് നടക്കരുതല്ലോ. ഒരു രാജ്യത്ത് ഒരു നിയമം ഉള്ളത് കൊണ്ടല്ലേ, അതിനൊരു നിയമവും അതിന് ശിക്ഷയും ഉള്ളത് കൊണ്ടല്ലേ ഈ രാജ്യത്തിലെ ജനങ്ങൾ ക്രമം കെട്ട് നടക്കാതിരിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാ രാജ്യത്തിനും ഒരു നിയമങ്ങളും എല്ലാം ഉണ്ട്. ആ നിയമം അനുസരിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ജോലി സ്ഥാപനത്തിൽ എത്തിയാലും, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ്, സ്കൂളിലാണെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, അതിന് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലായിരുന്നെങ്കിൽ അവർ ക്രമം കെട്ട് നടന്നേനെ. അതുപോലെ തന്നെ ദൈവത്തിന് പദ്ധതി ലോകസ്ഥാപന മുമ്പേ ദൈവം സ്ഥാപിച്ചതാണ്. അത് ദൈവത്തിന് നിത്യത വരെ നീണ്ടു നിൽക്കുന്നതാണ്. ജനത്തിന് അതുവരെ ഒന്നും ക്ഷമിക്കാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ക്രമം കെട്ട് കടക്കരുതെന്ന് വിചാരിച്ച് ഇടയ്ക്ക് ഒരു കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്തു. പക്ഷെ ആ പ്രമാണം കൊടുത്തത് കൊണ്ട് ദൈവം ആദ്യം ചെയ്ത ആ നിയമത്തിന് വ്യത്യാസം വരുന്നില്ല. നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി ഈ വാക്യം കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പം ഇവിടെ നമ്മളെല്ലാം ഈ ക്ലാസ്സിൽ മുഴുവൻ പഠിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വ്യത്യാസമില്ല. ഇവര് ചോദിക്കുകയാണ്, 630 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം ഒന്ന് അരുളി ചെയ്ത്, കുറച്ച് കഴിഞ്ഞ് ദൈവം കുറെ കഴിഞ്ഞപ്പം വേറൊരെണ്ണം കൊടുത്തു. അപ്പൊ ആ ദൈവത്തിന് വ്യത്യാസമുണ്ട്? ഇല്ല. ദൈവം രണ്ട് പ്രമാണം കൊടുത്ത ദൈവമാണ്. ദൈവത്തിന് മാറ്റമില്ല. കാരണം പ്രശ്നം അത് അനുസരിക്കുന്നവരിലാണ്. അപ്പൊ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തു, നീ വിശ്വസിച്ചു. അവരോട് പറഞ്ഞു, അവരുടെ അതിക്രമങ്ങൾ നിമിത്തം അവർക്ക് കൂട്ടിച്ചേർത്തില്ല, ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ചെയ്യും. അതുകൊണ്ട് അവിടുന്ന് അപ്പം ദൈവം നമ്മോട് പറയാ. അതുപോലെ തന്നെ ക്രിസ്തു, ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞ് അവസാനിക്കുക. അതുപോലെ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതുപോലെ തന്നെയാണ്, അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും, എങ്കിലും പറഞ്ഞു നിർക്കാം. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതുപോലെയാണ് ക്രിസ്തു ആർക്കും. അത് 1 to 1 ദൈവം കൊടുത്തതാണ്. അതിൻ്റെ ഇടയിൽ മധ്യസ്ഥൻ ആരുമില്ല. ക്രിസ്തുവിലേക്ക് വരുന്നു, ദൈവം നമ്മെ വിളിക്കുകയാണ്. നമ്മളും വിശ്വസിക്കുക, ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. അബ്രഹാമിന്റെ വാഗ്ദത്തം പോലെയാണ് ക്രിസ്തുവിലെ വിശ്വാസം എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്ന് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. കാരണം ചെയ്ത ദൈവം തന്നെയാണ്, കൊടുത്ത ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് കുറച്ച് സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവര് മുറുകെ അതെ പിടിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ആ ക്രിസ്തുവിലേക്ക് വരുവാൻ മനസ്സില്ല. ഇടയ്ക്ക് കിട്ടിയ കുറെ വാഗ്ദദേശം മാത്രം അവർക്ക് മതി. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചു, നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. അത് നമ്മുടെ പ്രവൃത്തികളും ഒന്നുമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞതുകൊണ്ടോ നമ്മൾ കുറച്ച് ചെയ്യാതിരുന്നതല്ല, ദൈവത്തിന്റെ ദാനം മാത്രമാകുന്നു. കരുണാസമ്പന്നമായ ദൈവമോ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മെയും ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മെ
വിടുവിച്ച ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് കേട്ടത് പാഴായി കളയാതെ, ഉപയോഗശൂന്യമായി കഴിയാതെ ഈ വചനം നമ്മൾ വളരണം, നമ്മൾ ജീവിക്കണം. ഈ വചനത്താലെ ന്യായപ്രമാണം ജീവൻ തരുന്നില്ല, പക്ഷെ ഇത് ജീവിപ്പിക്കുന്ന വചനമാ, ഇത് ജീവൻ നൽകുന്ന വചനമാ. ആ ജീവൻ നമ്മളെ ജീവിപ്പിക്കണം. ക്രിസ്തുവിന് അനുരൂപമായി ജീവിപ്പാൻ തക്കവണ്ണം നമ്മൾ വളരണം. ഈ ലോകമോ പിശാചോ മറ്റൊന്നും കൊണ്ട് കള വലിച്ചിടാനും അത് നാം അനുവദിക്കരുത്. നാം പഠിച്ച വചനങ്ങള്, അത് ജീവൻ നൽകുന്ന വചനം നമ്മൾ ജീവനായി തീർന്നു നിത്യരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകണം. അതിന് ദൈവം നമ്മെ ഈ വചനങ്ങളിലൂടെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം പരിശുദ്ധമാക്കും. ദൈവത്തിന്റെ സ്തോത്രം.